നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ യൂറോ കപ്പിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ഒരു കിടിലൻ പോരാട്ടമാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത്. കരുത്തരായ സ്പെയിനും ഇംഗ്ലണ്ടും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം നമുക്ക് വീക്ഷിക്കാൻ സാധിക്കുക. ജർമ്മനിയിലെ ബെർലിനിൽ വെച്ചുകൊണ്ടാണ് ഈ ഫൈനൽ മത്സരം നടക്കുക. നമുക്കറിയാം, ഈ ടൂർണമെന്റിൽ ഏറ്റവും ആധികാരികമായി കൊണ്ട് ഫൈനലിൽ എത്തിയിട്ടുള്ളത് സ്പെയിൻ തന്നെയാണ്. കാരണം കളിച്ച എല്ലാ മത്സരങ്ങളിലും അവർക്ക് വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇംഗ്ലണ്ടിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അങ്ങനെയല്ല. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരൽപ്പം ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷെ പിന്നീട് അവർ ഓരോ മത്സരങ്ങളും അതിജീവിച്ചുകൊണ്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. രണ്ട് ടീമിന്റെയും റോഡ് ടു ഫൈനൽ നമുക്കൊന്ന് പരിശോധിക്കാം. സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വമ്പൻ ടീമുകളെ അവർ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഗ്രൂപ്പ് ഘട്ടത്തിൽ ക്രൊയേഷ്യയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അവർ പരാജയപ്പെടുത്തി. പിന്നീട് ഇറ്റലി, അൽബേനിയ എന്നീ ടീമുകളെ ഓരോ ഗോളുകൾക്ക് വീതം അവർ തോൽപ്പിച്ചു. പ്രീ ക്വാർട്ടറിൽ ജോർജിയയെ 1-4 ഗോളുകൾക്കാണ് അവർ തകർത്ത് വിട്ടത്. ക്വാർട്ടർ ഫൈനലിൽ കിരീട ഫേവറേറ്റുകളും അതുപോലെ തന്നെ ആതിഥേയരുമായ ജർമ്മനിയെ 1-2 ഗോളുകൾക്ക് അവർ തോൽപ്പിച്ചു. സെമി ഫൈനലിൽ മറ്റൊരു കിരീട ഫേവറേറ്റുകളായ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ സ്പെയിൻ ഫൈനലിന് വരുന്നത്. അതായത് ക്രൊയേഷ്യ, അതുപോലെ തന്നെ ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, ഇങ്ങനെ പല വമ്പന്മാരെയും കടപുഴക്കിക്കൊണ്ടാണ് സ്പെയിൻ വരുന്നത്. ഇനി ഇംഗ്ലണ്ടിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യ മത്സരത്തിൽ സെർബിയയെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പിന്നീട് ഡെൻമാർക്ക്, സ്ലൊവേനിയ എന്നിവരോട് അവർ സമനില വഴങ്ങി. പിന്നീട് സ്ലോവാക്യക്കെതിരെ 1-2 ഗോളുകൾക്ക് അവർ വിജയിച്ചു. പക്ഷെ അവസാന നിമിഷമായിരുന്നു അവർ ആ ഒരു മത്സരത്തിൽ രക്ഷപ്പെട്ടത്. പിന്നീട് സ്വിറ്റ്സർലൻഡിനെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ അവർ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. സെമി ഫൈനലിൽ നെതർലൻഡ്സിന്റെ വെല്ലുവിളി അതിജീവിക്കാൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെയാണ് അവരിപ്പോൾ ഈ ഒരു ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇനി രണ്ട് ടീമുകളുടെയും ഒരു സാധ്യത 11 കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സ്പെയിനിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ആശ്വാസം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം 2 പ്രതിരോധ നിര താരങ്ങൾ ഡാനി കാർവഹൽ, ലെ നോർമാൻഡ് എന്നിവർ ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഫ്രാൻസിനെതിരെയുള്ള മത്സരത്തിൽ സസ്പെൻഷൻ കാരണം ഇവർക്ക് കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സ്പെയിനിന്റെ ലൈനപ്പ് ഇങ്ങനെയാണ്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഉനൈ സിമോൺ, കാർവഹൽ, ലെ നോർമാൻഡ്, ലപ്പോർട്ടെ, കുക്കുറയ്യ എന്നിവരായിരിക്കും പ്രതിരോധ നിരയിൽ. ഫാബിയാൻ റോയ്സ്, റോഡ്രി, അതുപോലെ തന്നെ ഒൽമോ എന്നിവർ മധ്യനിരയിൽ ഉണ്ടാകും. മുന്നേറ്റ നിരയിൽ ലാമിൻ യമാൽ, അൽവാരോ മൊറാറ്റ, നിക്കോ വില്യംസ് എന്നിവർ തന്നെയായിരിക്കും അണിനിരക്കുക. ഇംഗ്ലണ്ടിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ജോർദാൻ പിക്ഫോർഡ്, പ്രതിരോധ നിരയിൽ കെയിൽ വാക്കർ, സ്റ്റോൺസ്, ഗ്യൂഹി, സാക്ക എന്നിവരായിരിക്കും. അതുപോലെ തന്നെ മധ്യ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കോബി മൈനു, അതുപോലെ തന്നെ ഡെക്ലാൻ റൈസ്, ലൂക്ക് ഷോ, അതുപോലെ തന്നെ മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാം, ഫിൽ ഫോഡൻ, ഹാരി കെയ്ൻ എന്നിവരാണ് ഉണ്ടാകുക. ഒരു മികച്ച നിര തന്നെ ഇപ്പോൾ 2 ടീമുകൾക്കും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഏതായാലും ആരായിരിക്കും ഈ ഒരു മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് കിരീടം നേടുക, എന്തായിരിക്കും സ്കോർ, നിങ്ങളുടെ പ്രവചനങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.